Hello guys, welcome back to Star Live Tech. ഇന്ന് നമ്മൾ Asusന്റെ Zenfone 7 Pro എന്ന ഡിവൈസിൻ്റെ ഒരു മലയാളം സ്പെക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നാണ് ഒഫീഷ്യലി Asusൽ നിന്ന് Zenfone 7 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ തായ്വാനിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്ലോബലി ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. So without wasting any more time, let's get started. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 1080x2400 പിക്സൽസ് ആണ് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 395 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റി ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. Asusന്റെ Zenfone 6Gയിലെ പോലെ തന്നെ ഒരു ഫ്ലിപ്പ് അപ്പ് ക്യാമറയാണ് ഈ ഒരു ഡിവൈസിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് പഞ്ചോൾ കട്ടോ അതല്ലെങ്കിൽ നോച്ചോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഒരു കംപ്ലീറ്റ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം 84.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. HDR10+ൻ്റെ സപ്പോർട്ടും നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ഏകദേശം 700 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 6ൻ്റെ സപ്പോർട്ടും അതോടൊപ്പം റിയർ സൈഡിൽ ഗോറില്ല ഗ്ലാസ് 3യുടെ സപ്പോർട്ടും അവൈലബിൾ ആണ്. പിന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 230 ഗ്രാംസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഓവറോൾ ബോഡി വെയ്റ്റ് വരുന്നത്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൻ്റെ 865+ എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. LPDDR5 RAM ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം ADRENO 650 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ GPU. Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. Zen UI 7 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു ഡിവൈസ് ആകെ ഒരു വേരിയൻറ്റ് മാത്രമാണ് വരുന്നത്. റാം വരുന്നത് 8GB അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് 256GB ആണ്. നമുക്ക് ഈ ഒരു ഡിവൈസിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ലഭിക്കുന്നത്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 2 സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു SD കാർഡ് സെപ്പറേറ്റ് ആയി ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പ്രൈമറി സെൻസർ 64 മെഗാപിക്സലാണ്. f1.8 ആണ് അപ്പർച്ചർ. സോണിയുടെ IMX686 എന്ന സെൻസറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം 8 മെഗാപിക്സലിലെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 12 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ലെൻസ് കൂടി വരുന്നുണ്ട്. അതിൽ നമുക്ക് 113 ഡിഗ്രി വരെ ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 8K വീഡിയോസ് 30 FPS-ലും അതുപോലെ തന്നെ 4K വീഡിയോസ് 30, 60, 120 FPS-ലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം ഒരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ കൂടിയാണ് Asusന്റെ Zenfone 7 Pro. പിന്നെ ഫ്ലിപ്പ് അപ്പ് ക്യാമറ ആയതുകൊണ്ട് തന്നെ റിയർ ക്യാമറ തന്നെയാണ് ഫ്രണ്ട് സെൽഫി ക്യാമറയായും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫി ഇമേജസ് ആൻഡ് വീഡിയോസും മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം 30 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5000 mAh കപ്പാസിറ്റി ബാറ്ററി 100% ചാർജ് ചെയ്യാൻ ഈ ഒരു ഡിവൈസ് ഏകദേശം 93 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ റിവേഴ്സ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C പോർട്ടാണ് ഈ ഡിവൈസിൽ വരുന്നത്. പക്ഷേ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ അല്ല. അതോടൊപ്പം സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഔറോറ ബ്ലാക്ക്, പേസ്റ്റൽ വൈറ്റ് എന്നീ 2 കളർ വേരിയൻസിലാണ് Asusന്റെ Zenfone 7 Pro എന്ന ഡിവൈസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഓവറോൾ Asusന്റെ Zenfone 7 Pro എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഏകദേശം 70,000 രൂപയാണ്. ഇന്ത്യയിൽ ഈ ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രൈസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് കറൻ്റ്ലി ഇപ്പോൾ തായ്വാനിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Asusന്റെ Zenfone 7 സീരീസിൻ്റെ ഒരു ഗ്ലോബൽ ലോഞ്ച് നടക്കുന്നത് September 1 അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് Asusന്റെ Zenfone 7 Pro എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. Zenfone 7 കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. സ്നാപ്ഡ്രാഗൻ്റെ 865 എന്ന ചിപ്സെറ്റാണ് Asusന്റെ Zenfone 7 വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഡിവൈസ് നമുക്ക് 6GB 120GB സ്റ്റോറേജൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ 2 ഡിവൈസുകളും തമ്മിലുള്ളൂ. ക്യാമറയും ഡിസ്പ്ലേയും ബാറ്ററി സെഗ്മെൻറ്റൊക്കെ സെയിം തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.